നീ കയറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ അവസ്ഥ. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഇവൻ ആ സമയത്ത് ഞാനിത് എവിടെയും പറഞ്ഞു തോന്നുന്നു. സാധാരണ ഒരു എല്ലാവരും സിനിമയിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്, മീഡിയയിലും ഉള്ള എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്ന കാര്യമാണ്. ഒരു സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും ഹരാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്ന് പറയുന്നത്. എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ്. എന്തിനാണെന്ന് അറിഞ്ഞത്, സംവിധായകനാവട്ടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്നാവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം. എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരോടും ഉള്ള എന്താണ് എന്നോട് ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ, ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് ഇരിക്കുന്നത്. ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട, അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി. കാരണം ഇവൻ അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞു അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ. തലേദിവസം ക്ഷീണം ഒരു കാര്യം. പിന്നെ ഇവന് എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള് ഇവനപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും എന്റെ പ്രൊഡക്ഷൻ വണ്ടി. എന്റെ അവിടുന്ന് വിളിച്ചു ചോദിക്കും മറ്റോ വന്ന ഏതാണ് അനൂപേതാണ്. അപ്പൊ അവിടുന്ന് ആ വന്നെന്ന് പറഞ്ഞാൽ വരും. എന്നിട്ട് വന്നിട്ട് അനുപെട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി. അപ്പം നമുക്കറിയാം ഇവന്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉച്ച വരെയൊക്കെ ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അന്നേ അറിയാം ഇതിവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല. ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം. കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല. പക്ഷെ എന്തൊക്കെയായാലും ഇതിനടുത്ത് എനിക്കിട്ട് പണി തരുമെന്നുള്ളതുകൊണ്ടും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഞാൻ. ഒരു ആക്ടർ എന്നതിനുപരി ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല, എളുപ്പമല്ല അത് ഉണ്ടാക്കുന്നത്. അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. ഞാൻ്റെ സ്റ്റാർഡം ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഓൺ സ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂത്ത് അവനത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വന്നു തോന്നില്ല. പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട്. എനിക്ക് തോന്നുന്നു 4ാമത്തെ സിനിമയാണ് അബാമുമായിട്ട്. അബാം ഷീ ടാക്സി തുടങ്ങി, ഷീ ടാക്സി ചെയ്തു, കനാൽ ചെയ്തു, മരട് ചെയ്തു. ഇതെല്ലാം തന്നെ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കാത്ത സിനിമകളാണ്. ഇതും അങ്ങനെ തേങ്ങാപ്പുറത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത്. ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് വിത്തിൻ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ, ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ണുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ നന്ദി. ഒപ്പം ഈ സിനിമയിലെ ചില ടെക്നീഷ്യൻസിന്, എസ്പെഷ്യലി ഇതിന്റെ സിനിമറ്റോഗ്രാഫി ചെയ്ത മഹാദേവൻ തമ്പി. നമ്മളെപ്പോഴും ഒരു സിനിമ എൻ്റെ സംവിധായകനെ, പ്രൊഡ്യൂസറിനെ, നായകനെ വെച്ചിട്ട് നമ്മളെ വിടും. മഹാദേവൻ തമ്പി വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിനിമറ്റോഗ്രാഫറാണ്. അപ്പോൾ അയാളെയും ഈ സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ വരും വരായികൾ നല്ലൊരു ഉയരത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിയാൻ ശ്രീകാന്ത് എഡിറ്റർ, ഒരു ബഞ്ച് ഓഫ് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നമാണ്. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഇതുള്ള ആൾക്കാരായതുകൊണ്ട്
മനോജ് ഓഫ് കോഴ്സ്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ അതുപോലെ അസീസ് നെടുമങ്ങാട്, ഈ സിനിമയിൽ ഏറ്റവും നന്നായിരിക്കുന്നത് നീയാണ്. അതെന്താ അങ്ങനത്തെ ഒരു ചിരിയടാ, ഇതാണ് നിന്റെ അതേ അഭിപ്രായമല്ലേ? അസീസാണ് ഈ സിനിമയിൽ ഏറ്റവും നന്നായിരിക്കുന്നത്. സോ അസീസ് ഇങ്ങനെ പറഞ്ഞ പോലെ കണ്ണൂർ സ്കോഡ് കഴിഞ്ഞ് മറ്റൊരു നല്ല വേഷം, നന്നായിരിക്കട്ടെ എല്ലാവരും. സെന്തിൽ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിച്ചു. ലിസ എവിടെയുണ്ട്, ഷീലിന്റെ അമ്മയെ അവതരിപ്പിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ആൻഡ് ഓഫ് കോഴ്സ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ചുമരിൽ ചാരി നിൽക്കുന്ന ഷീലു എബ്രഹാം, കറുത്ത വേഷമിട്ട് സ്വന്തം ഭർത്താവിന്റെ ലിസ്റ്റിൽ പറഞ്ഞ പോലെ കരുതിനും ആഘോഷിക്കാൻ നിൽക്കുന്ന ഷീലു. ഷീലു എന്തുകൊണ്ടാണ് ഈ ചുമര് മറഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു.